പത്തിരി പല രീതിയിൽ ഉണ്ടാക്കാം. എന്നാൽ അരി കുതിർക്കാതെയും അരയ്ക്കാതെയും പുട്ടുപൊടി കൊണ്ട് എങ്ങനെ പത്തിരി തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത് അറിയേണ്ട കാര്യം, പുട്ടുപൊടി പല കമ്പനികളുടെയും ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാൽ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി എന്നെഴുതിയ പുട്ടുപൊടി കൊണ്ട് തയ്യാറാക്കിയപ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് പത്തിരി ലഭിച്ചത്. സാധാരണ പുട്ടുപൊടി കൊണ്ട് പലർക്കും തയ്യാറാക്കാൻ അറിയുമായിരിക്കും. എന്നാൽ എനിക്ക് നന്നായി തോന്നിയത് സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ്. ഇവിടെ 250 ml 1 കപ്പ് പുട്ടുപൊടി എടുത്തിരിക്കുന്നു. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. അതാണ് രണ്ടാമത്തെ ടിപ്പ്. തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ടിത് അടച്ചു വെക്കുക. ഈ സമയം മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, കുറച്ച് ഷാലറ്റ്സ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ അരച്ചെടുക്കുക. ചെറിയ ജീരകത്തിന് പകരം വലിയ ജീരകവും ഉപയോഗിക്കാം. ഇനിയും പുട്ടുപൊടിയുടെ അടപ്പ് തുറന്ന് നോക്കുക. എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. തേങ്ങാ മിക്സ് കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് വെള്ളം ആവശ്യമാണെന്ന് തോന്നിയാൽ ഒഴിച്ചാൽ മതി. തേങ്ങാ മിക്സ് ഇതിനകത്തേക്ക് ഇടുക. തേങ്ങാ മിക്സ് ഇട്ടതിന് ശേഷം 1 ടീസ്പൂണ് നെയ്യ് കൂടി ഒഴിച്ച് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. എന്നാൽ നെയ്യ് ഒഴിക്കുന്ന വീഡിയോ അപ്ലോഡായില്ല, അതുകൊണ്ട് ഇവിടെ അത് കാണാൻ സാധിക്കില്ല. നെയ്യ് ഒഴിച്ച ശേഷം 2 ടീസ്പൂൺ ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായി മിക്സാക്കി ബോളാക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ബോൾസ് ഒട്ടും വിണ്ട് കീറാതെ നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ല പത്തിരി കിട്ടുമെന്ന്. ഇനിയും ബോൾസ് എല്ലാം ആക്കിയിട്ട് അത് അടച്ചു വെക്കുക. നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത്, ബോൾസ് എല്ലാം അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. ഇനിയും ഒരു പാനിൽ ഓയിലൊഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ബോൾസ് ഓരോന്നായി കൈകൊണ്ട് പരത്തുകയോ ചപ്പാത്തി പ്രഷറിൽ പരത്തുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ പരത്തിയെടുക്കുക. അഞ്ചാമത്തെ ടിപ്പെന്ന് പറയുമ്പോൾ, ഇത് പരത്തിയെടുക്കുമ്പോൾ കനം കുറയരുത്, അതുപോലെ ഒത്തിരി കട്ടിയിലും ആകരുത്. ഈ ഒരു തരത്തിൽ വേണം പത്തിരി പരത്തിയെടുക്കാനായിട്ട്. ഇനിയും അഞ്ചാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്കിടുക. പത്തിരി പൊങ്ങി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കുക. മുകളിൽ വന്നതിന് ശേഷം മാത്രം സ്പാറ്റില കൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്യുക. ഒരു വശം ഒന്ന് മൂക്കുമ്പോൾ മറിച്ചിടുക. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അങ്ങനെ പരത്തിയ എല്ലാ പത്തിരികളും ഇങ്ങനെ വറുത്തെടുക്കുക. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പത്തിരി അധികം എണ്ണ വലിച്ചെടുക്കാതെയും പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ പത്തിരി ലഭിക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, ടെക്നിക്കുകൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. എണ്ണപ്പലഹാരം ഇഷ്ടമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് പത്തിരി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റിയായ പത്തിരി ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.